ജനുവരി 13 ശനിയാഴ്ച. മാർക്കോസ് 2:13 മുതൽ 17 വരെ വാക്യങ്ങൾ. ഒരുപക്ഷെ കത്തോലിക്ക സഭയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു വലിയ കുറ്റവാളിയായിരുന്നിട്ടും പിന്നീട് വിശുദ്ധനായി മാറിയ വ്യക്തി സെയിൻറ്റ് ഡിസ്മാസ് ആണ്. യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട നല്ല കള്ളൻ അല്ലെങ്കിൽ പശ്ചാത്തപിച്ച കള്ളനായിരുന്നു ഡിസ്മാസ്. യേശുനാഥൻ തന്നെയാണ് അവന് സ്വർഗം വാഗ്ദാനം ചെയ്തത്. യേശുവെ, നീ നിന്റെ രാജ്യത്തിൽ വരുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് ഡിസ്മാസ് പറഞ്ഞപ്പോൾ യേശു അവനോട് പറഞ്ഞു, ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പർദീസയിലായിരിക്കും. യേശുവിൻ്റെ ഈ വാക്കുകൾ മൂലം ആദിമ ക്രിസ്ത്യൻ സമൂഹം വിശ്വസിക്കുന്നു, ഈ നല്ല കള്ളൻ തൻ്റെ കുറ്റകൃത്യങ്ങളിൽ പശ്ചാത്തപിക്കുകയും അന്ന് തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്തു എന്ന്. തീർച്ചയായും അങ്ങനെ അവനെ ഒരു വിശുദ്ധനാക്കി സ്വർഗത്തിലെ മനോഹരമായ ദർശനം ആസ്വദിക്കുന്ന ഒരാളായി ആ സംഭവം മാറ്റി. ഡിസ്മാസിനെ കുറിച്ച് വളരെ കുറച്ചേ നമുക്കറിയാവൂ. എന്നാലും പാരമ്പര്യം പലപ്പോഴും ഡിസ്മാസ് എന്ന പേര് ആണ് ഉപയോഗിക്കുന്നത്. ആ വാക്കിൻ്റെ അർത്ഥം സൂര്യാസ്തമയം അല്ലെങ്കിൽ മരണമെന്നാണ്. റോമൻ നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ ഒരു കുറ്റവാളിയായിരുന്നു. അവൻ്റെ ആദ്യകാല ജീവിതത്തെക്കുറിച്ച് രസകരമായ ഒരു ഐതിഹ്യമുണ്ട്. അതിലൊന്നിതാണ്, ഹെറോദസിൻ്റെ പടയാളികളിൽ നിന്ന് രക്ഷപ്പെടാനായി ഉണ്ണിയേശുവുമായി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുമ്പോൾ ഡിസ്മസും അവൻ്റെ സഹ കള്ളനും ജോസഫിനെയും മേരിയെയും തടഞ്ഞു നിർത്തി. എന്നാൽ ഡിസ്മാസ് അനുകമ്പയോടെ വിശുദ്ധ കുടുംബത്തെ സുരക്ഷിതമായി കടന്നു പോകാൻ അനുവദിക്കുന്നതിന് തൻ്റെ സഹ കള്ളന് കൈക്കൂലി നൽകിയതായിട്ട് പറയപ്പെടുന്നു. ഇന്നത്തെ സുവിശേഷം ആരംഭിക്കുന്നത് യേശു കടൽ തീരത്തൂടെ നടക്കുമ്പോൾ ലേവി തൻ്റെ കസ്റ്റംസ് പോസ്റ്റിൽ ഇരിക്കുന്നത് കാണുന്നു. അവൻ ലേവിയെ നോക്കി പറഞ്ഞു, വന്ന് എന്നെ അനുഗമിക്കുക. ഉടനെ ലേവി യേശുവിനെ അനുഗമിക്കാൻ തൻ്റെ സ്ഥാനം ഉപേക്ഷിച്ച് പിന്നീട് യേശുവിനെ തൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കുന്നു. യേശു ലേവിയോടും അവൻ്റെ അതിഥികളോടും ഒപ്പം മേശയിലിരുന്നു. അവരിൽ പലരും ചുങ്കക്കാരും പാപികളുമായിരുന്നു. പാപികളോടൊപ്പം ഭക്ഷണം കഴിക്കാൻ യേശുവിന് ധൈര്യം എങ്ങനെ ഉണ്ടായി എന്ന് അത്ഭുതപ്പെട്ട ഫരിസേയരും ശാസ്ത്രിമാരും അവനെ വിമർശിക്കാൻ തുടങ്ങി. അവർ പറയുന്നത് കേട്ടപ്പോൾ യേശു ഉടനെ പ്രതികരിച്ചു. അവൻ തുറന്നു പറഞ്ഞു, സുഖമുള്ളവർക്കല്ല, രോഗമുള്ളവർക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ഈ ആളുകൾ, അതായത് ചുങ്കം പിരിക്കുന്നവരും പാപികളും, അവർക്ക് തന്നെ ആവശ്യമുണ്ട്. നാം എല്ലാവരും പാപികളായതിനാൽ യേശു നമ്മെ വിളിക്കുന്നു. നമ്മെ എല്ലാവരെയും അവൻ നമ്മെ വിളിക്കുക മാത്രമല്ല, നമ്മോടൊപ്പം വന്ന് ഭക്ഷണം കഴിക്കാനും നമ്മോടൊപ്പം വസിക്കാനും യേശു ആഗ്രഹിക്കുന്നു. കാരണം നമുക്ക് സൗഖ്യം ആവശ്യമാണെന്ന് യേശുവിനറിയാം. നാം പൂർണ്ണരായിരിക്കണമെന്ന് അവൻ പ്രതീക്ഷിക്കുന്നില്ല. യേശു വീണ്ടും നമ്മെ സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ചോദ്യം ഇതാണ്: നാം നമ്മുടെ മനസ്സ് ഹൃദയവും യേശുവിന് മുന്നിൽ തുറന്നു വയ്ക്കുമോ? അവനെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുമോ? അവനെ പിന്തുടരാൻ നാം ആഗ്രഹിക്കുന്നു.
അതോ നാം അവനിൽ നിന്ന് അകന്നു പോകുമോ? തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം യേശു നമുക്ക് നൽകുന്നുണ്ട്. ഒന്നുകിൽ അവൻ്റെ വിളിക്ക് ഉത്തരം നൽകുക, അല്ലെങ്കിൽ അവനിൽ നിന്ന് അകന്നു പോവുക. ഇന്ന് നമ്മൾ എന്തായിരിക്കും തിരഞ്ഞെടുക്കുക? എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.